ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ഭൗതിക വിദഗ്ധയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സമിഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, തീർച്ചയായും ഹലാലായ കാര്യങ്ങളെല്ലാം അത് വ്യക്തമാണ്, ഹറാമായ കാര്യങ്ങളും എല്ലാം വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുതശാബിഹാത്തുൻ, എന്നാൽ അതിനിടയിലുള്ള ചില കാര്യങ്ങൾ, അത് സന്ദേഹമുള്ള ചില കാര്യങ്ങളുണ്ട്, ആളുകൾക്ക് സംശയമുള്ളതായിക്കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്, ധാരാളം ആളുകൾക്ക് ജനങ്ങളിൽ നിന്ന് അതിനെപ്പറ്റി അറിയുകയില്ല. ഫമനിത്തഖശുബഹാത്ത്, ആരെങ്കിലും ആ സംശയമുള്ള കാര്യങ്ങളെ തൊട്ട് വിട്ടുനിന്നാൽ, അതിനെ സൂക്ഷിച്ചാൽ, ഇസ്തബറഅ ലദീനിഹി വഇർദിഹി, അവൻ തൻ്റെ ദീനിന് സുരക്ഷ നൽകി, അതുപോലെ തന്നെ തൻ്റെ അഭിമാനത്തിനും സുരക്ഷ നൽകി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, വമൻ വഖഅ ഫിശ്ശുബ്ഹാത്ത് വഖഅ ഫിൽ ഹറാം, ആരെങ്കിലും ആ സംശയമുള്ള കാര്യത്തിൽ എടുത്തു ചാടിയാൽ, അവനത് ചെയ്താൽ, വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിൽ ചെന്നെത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ടൊരു ഉപമയിലൂടെയാണ് പ്രവാചകൻ അത് പറഞ്ഞത്. എങ്ങനെയാണ്? കറാഇ യർആ ഹൗലൽ ഹിമാ, ഒരാട്ടിടയൻ, അദ്ദേഹം തൻ്റെ ആടുകളെ മേയ്ക്കുന്നത് ഒരാളുടെ അധികാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അതിർത്തിയിലൂടെയാണ്, ഒരാളുടെ അതിർത്തിയിലൂടെയാണ് ആ ആടിനെ മേയ്ക്കുന്നതെങ്കിൽ അതുപോലെയാണ്. യൂശിക്കു അയ്യർതഫഅ ഫീ, അതിൽ നിന്ന് ആ ആടുകൾ തൻ്റെ തൊട്ടടുത്ത് അനുവാദമില്ലാത്ത അയൽപക്കത്തെ പറമ്പിൽ നിന്ന് ഭക്ഷിക്കും. അതുപോലെയാണ് ഈ ഒരു ഹറാമുകൾ, ആ ഒരു സന്ദേഹമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അലാ വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമാ, എല്ലാ രാജാക്കന്മാർക്കും അവരുടേതായ പരിധികളുണ്ട്. അലാ വ ഇന്ന ഹിമല്ലാഹ് മഹാരിമുഹു, അല്ലാഹു സുബ്ഹാനഹു തആലക്കും ഇതുപോലെ പരിധികളുണ്ട്, അത് ഹറാമുകളാകുന്നു. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്അത്ത്, അതെ നിങ്ങൾ അറിയണം, നിങ്ങളുടെ മനുഷ്യ മനസ്സുകളിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് ശരിയായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശരിയായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അതെങ്ങാനും മോശമായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ മോശമായി. ഏതാണത്? അലാ വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, എന്തൊക്കെയാണ് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? എല്ലാ കാര്യങ്ങളും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഹലാൽ ഏതാണ് എന്നുള്ളത്, ഹറാം ഏതാണ് എന്നുള്ളത് എല്ലാം വ്യക്തമാണ്. ഒരു കാര്യം വ്യക്തമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നന്മ ഏതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാരം, സദഖ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെല്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹറാമും അതുപോലെ വ്യക്തമാണ്. മോഷണം, വ്യഭിചാരം, പലിശ എല്ലാം വ്യക്തമാണ്. എന്നാൽ അതിനിടയിലായിക്കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ അതാണ്. അതിനിടയിലായിക്കൊണ്ട് വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല. പ്രവാചകൻ അങ്ങനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ജനങ്ങളിൽ അധികം ആർക്കും അറിയാത്ത കാര്യങ്ങൾ എന്നാണ്. ആർക്കും അറിയില്ല എന്നല്ല, അത് അറിയുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാരായ ആളുകളെ പോലെയുള്ള ആളുകൾക്ക് അതറിയാം. ധാരാളം ആളുകൾക്ക് അത് അറിയില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ ആളുകൾക്കും എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിൽ ഒരു സംഭവം നടന്നതായിട്ട് കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭാര്യ 6-ാം മാസത്തിൽ പ്രസവിച്ചു. വിവാഹം കഴിഞ്ഞ് 6-ാം മാസം ആയപ്പോഴേക്കും ആ ഭാര്യ പ്രസവിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മറ്റു പല ചിന്തകൾ വന്നു. ഇവിടെ വ്യഭിചരിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചിന്തകൾ വന്നു. അങ്ങനെ ഭരണാധികാരിയുടെ അടുക്കൽ വന്നു. ഭരണാധികാരി വിധി കൽപ്പിച്ചത് ഇവൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന നിലക്ക്
വിധി കൽപ്പിക്കുകയും അവന് ശിക്ഷ ഏർപ്പാടാക്കാനും തീരുമാനമാക്കി. ആ സമയത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരികയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ വിഷയം പഠിക്കുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. 6-ാം മാസത്തിലാണ് പ്രസവിച്ചിട്ടുള്ളത്. അതെന്തായാലും വ്യഭിചരിച്ചിട്ടുണ്ടാകും എന്നുള്ള തരത്തിലാണ് വന്നത്. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതിക്കൊണ്ടാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുലകുടി പ്രായത്തിനും പ്രസവിക്കുവാനുമായി കൊണ്ടെല്ലാം നിശ്ചയിച്ചിട്ടുള്ള മാസം അത് 30 മാസമാണ് എന്നാണ്. അതിൽ തന്നെ മുലകുടി പ്രായം അത് 2 കൊല്ലമാണ്. 12 മാസം അഥവാ 24 മാസം. ബാക്കി 6 മാസമുണ്ട്. 6 മാസത്തിൽ പ്രസവിക്കാം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവര് വ്യഭിചാരിണിയല്ല, അവർ യഥാർത്ഥത്തിൽ നല്ലവളാണ്. ആ ഒരു വിധി ഇല്ലാതാക്കണമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തു. ആരാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു? അറിവുള്ള വ്യക്തിയാണ്. പക്ഷെ അവർക്കും അറിയാത്ത വിഷയങ്ങൾ ചില സമയത്ത് ഉണ്ടായിരിക്കാം എന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല. അതറിയാത്ത സമയത്ത് അറിവുള്ള ആളുകളോട് ചോദിക്കണമെന്ന് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞത്, അതിനിടയിലുള്ള കാര്യങ്ങൾ, നമുക്ക് സംശയമുള്ള കാര്യങ്ങളുണ്ടോ അതിനെ ഒഴിവാക്കും. അതിനെ നമ്മൾ എടുത്തു ചാടി അതിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് അത് പ്രയാസം വരുത്തും. അത് അയാളുടെ ദീനിനെ പ്രയാസം വരുത്തും. അതുപോലെ അയാളുടെ അഭിമാനത്തിനും അത് കോട്ടം വരുത്തും. എങ്ങനെ അഭിമാനത്തിന് കോട്ടം വരുത്താം? ഒരാളത് നാട്ടിൽ പല ആളുകളും ചിലപ്പോൾ ഹറാമായി കാണും, ചിലർ ഹലാലായി കാണും. അങ്ങനെയാണെങ്കിൽ ഹറാമായി കാണുന്ന ആളുകൾ അയാളെ കുറിച്ച് പറയാൻ തുടങ്ങും. അയാൾക്കൊരു ശ്രദ്ധയില്ലാത്തൊരു വ്യക്തിയാണ്, അയാൾ താന്തോന്നിയാണ്, തന്നിഷ്ടക്കാരനാണ്, ഹലാലാണോ ഹറാമാണോ കൃത്യമായി നോക്കാത്തൊരു വ്യക്തിയാണെന്ന് അയാളെ കുറിച്ച് മോശമായി പറയാൻ തുടങ്ങുമെന്നാണ്. അതുകൊണ്ട് അത്തരത്തിൽ സംശയമുള്ള വിഷയങ്ങളാണെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാം. ഉദാഹരണത്തിന് ഒരാൾ ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു സ്ത്രീയെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു അവസാനം മനസ്സിലാവുകയാണ്, ഇവൾ ഒരുപക്ഷെ എൻ്റെ ഉമ്മയിലുള്ള അല്ലെങ്കിൽ പിതാവിലുള്ള എൻ്റെ സഹോദരിയാകാൻ ഒരു ചാൻസ് ഉണ്ട്, എൻ്റെ മഹ്റമായിട്ടുള്ള ഒരാളായിട്ട് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സംശയം ഉണ്ടായാൽ അത് അവിടെ നിർത്തുക. പിന്നീട് അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി കൊണ്ട് പരിശോധിച്ച് മനസ്സിലായ ശേഷം മാത്രം ആ കാര്യം ചെയ്യുക. അതാണ് സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ആ കാര്യങ്ങൾ സംശയത്തിന് അറുതി വരുത്തിക്കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. സൗദ റളിയല്ലാഹു അൻഹ, അവരുടെ പിതാവിൻ്റെ പേരാണ് അദ്ദേഹത്തിന് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ഈ അടിമപ്പെണ്ണിൽ ഒരു കുട്ടിയുണ്ടായി. ഈ കുട്ടിയുണ്ടായപ്പോൾ അത് മക്ക കാലഘട്ടത്തിലായി. അങ്ങനെ മക്ക കീഴടക്കി. മക്ക ഫതഹിന്റെ സമയത്താണ് മദീനയിൽ നിന്ന് പ്രവാചകരും അതുപോലെ സ്വഹാബത്തുമെല്ലാം അവിടെ എത്തിയ സന്ദർഭത്തിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകരോട് വന്നിട്ട് പറയുന്നുണ്ട്, ഈ സഅമ്മയുടെ കൂട്ടത്തിൽ കഴിയുന്ന അവരുടെ അടിമപ്പെണ്ണിലുണ്ടായ കുട്ടി അത് എൻ്റെ സഹോദരൻ ഉത്ബ ഇബ്നു അബീ വഖാസ് അദ്ദേഹത്തിന്റെ കുട്ടിയാണ് എന്ന് ഇദ്ദേഹം വന്ന് പറയുകയുണ്ടായി. പ്രവാചകന്റെ അടുത്ത് വന്ന് പറയാണ്, ആ കുട്ടി എൻ്റെ സഹോദരന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം വന്ന് പറഞ്ഞു, അല്ല, ഇത് എൻ്റെ പിതാവിന്റെ കുട്ടിയാണ്. രണ്ടുപേരും തമ്മിൽ വാഗ്വാദമാണ്. അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം അവതരിപ്പിച്ചു. സ്വാഭാവികമായും ഇത് പ്രവാചകന്റെ ഭാര്യയുടെ സഹോദരൻ കൂടിയാണ്. ഇത്രയും കാലം അങ്ങനെയാണ് കഴിക്കപ്പെട്ടിരുന്നത്. അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതോടുകൂടി അവിടെ സംശയം ഉണ്ടാകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിധിച്ചത് ഇതാരെയാണ്, സഅമ്മയുടെ കുട്ടിയാണ് എന്ന തരത്തിലാണ് വിധിച്ചത്. പക്ഷേ അവിടെ അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കൂ, ഇദ്ദേഹത്തിന് ഉത്ബയുടെ അതേ ചേരാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി റസൂലുള്ളാഹിക്ക് പ്രത്യക്ഷമായി അറിയുന്ന കാര്യങ്ങൾ വെച്ച് റസൂലുള്ളാഹി വിധിച്ചു. അത് ഇയാളുടെ രൂപത്തിലാണ് വിധിച്ചത്. അതിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, സൗദ, ഇനി മുതൽ അവനെ എന്ത് ചെയ്യാൻ പാടില്ല, ഹിജാബ് ഇല്ലാതെ കാണാൻ പറ്റില്ല, അദ്ദേഹത്തിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് സൗദ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. ഇത്രയും കാലം സഹോദരനായിരുന്ന ഒരു വ്യക്തിയെ പ്രവാചകൻ പറഞ്ഞു, ഇനി കാണാൻ പാടില്ല, ഹിജാബ് ഇല്ലാതെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ ഉറപ്പായിട്ടല്ല, ഒരു സംശയം വന്നു. സഹോദരനായിട്ട് തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ഉത്ബയുടെ മകനാണ് എന്നുള്ളൊരു ചെറിയൊരു വാക്ക് അവിടെ വന്നുപോയി.
എങ്കിൽ അവിടെ ഒരു സംശയം വന്നെങ്കിൽ ആ സംശയം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാചകർ ഒരു സൂക്ഷ്മത പുലർത്താൻ പറഞ്ഞതായിക്കൊണ്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് സംശയമുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഒരാൾ കാര്യം ചെയ്യുക, ഇല്ല എങ്കിൽ അയാൾ ഹറാമിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് ഹദീസുകളെല്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ഇത്തരം വിഷയങ്ങൾ സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.